പോകണ്ടേ നമുക്ക്? 7 മണിയായി. പൈവക്കൊത്തി പോണം കേട്ടോ. എല്ലാ ദിവസവും പോറിഡ്ജ് ആണ്. അപ്പൊ എന്തൊരു വെറൈറ്റി. എല്ലാ ദിവസവും കഴിക്കാറുള്ള ഫ്രഞ്ച് ടോസ്റ്റ്. എനിക്ക് മടുപ്പാണ്. രാവിലെ കഴിച്ചിട്ട് പോയില്ലെങ്കിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ആർക്കും പറ്റില്ല. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നേരത്തെ എംപ്റ്റി സ്റ്റൊമക്കിൽ ജിമ്മിൽ പോകാൻ പറ്റുമായിരുന്നു. അപ്പൊ അതും പറ്റത്തില്ല. എന്തേലും കഴിച്ചിട്ട് പോയാലേ പറ്റുള്ളൂ. കൊണ്ടുവിടത്തില്ലേ? കൊണ്ടുവിടാം. കുട്ടി റെഡിയായോ? ഒരു കുട്ടിക്ക് 8 മണിക്ക് സ്കൂള്. പപ്പ ഇറങ്ങാൻ പോവാ. എസക്കുട്ടി പോവാൻ നമുക്ക്. അല്ല ഇനിയിപ്പോ 2 ദിവസം കൂടെ ചിലപ്പോ കാണും. കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവും. നമുക്ക് കളിക്കാനുള്ളത് അവിടെ പോയി. ജാക്കറ്റ് കൊണ്ട് വന്നപ്പോഴേക്കും പറ്റി കിടക്കുക. അവന് മനസ്സിലായി പോകാനെന്നാ എടുത്തിട്ട് അവനെ ഇടിപ്പിക്കാം. മോനെ ഒരു കുടി ഇടിപ്പിക്കാം കേട്ടോ. അത് കാറാണ്. കൈയിട്. Good job. High five. തന്നിട്ടാ. ജാക്കറ്റ് ഇടിപ്പിക്കാം. എന്നിട്ട് കൈയിട്ടോ. ചെറിയ തണുപ്പുണ്ട്. ചക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? മോനിക്കുട്ടിയും കഴിച്ചോ? അപ്പൊ പോവാ. സമയമായില്ലേ? ചക്കിക്കും മോനിക്കുട്ടിക്ക് 8 മണിക്കല്ലേ? വണ്ടി കഴിക്കോ. ചക്കയുടെ മുടി സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളൊരു 10 മണിക്കല്ലേ? പോവാ. ഓക്കെ ചുക്കു, ഞാൻ വണ്ടി കൂടെ കൊച്ചിനെ കൊണ്ടേ. മുടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ വൃത്തിയിൽ മാറിയില്ലേ? തിരിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ആശ്വാസമായിട്ടുണ്ട്. എനിക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ് അതിനെ ചതച്ച് നശിപ്പിച്ച് കളയില്ല. ഷാർപ്പായിട്ട് ചെയ്തേ ഉള്ളൂ. കാരണം കുറെ തവണ അതിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ പോയൊരു ഫീൽ ആയിരിക്കും പിന്നെ എനിക്ക്. ചിലപ്പോ പോയില്ലാന്ന് വരും. യേശുക്കുട്ടി നമ്മുടെ ഹാപ്പി ബോയ്. ഓ സന്തോഷമായിട്ട് സെറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവൻ അറിയാം അങ്ങോട്ട് നമ്മൾ കൊണ്ടുപോവാന്ന്. പക്ഷെ ഇപ്പൊ ഒരുമിച്ച് കേറുന്നോണ്ട് പുള്ളിക്ക് അത്ര സങ്കടം ഇല്ലെന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോകുമ്പോഴേ സങ്കടം. പക്ഷെ ഇന്നലെ ആശ സൂപ്പറായിട്ട് ഉറങ്ങി. ഒരു 3-4 പ്രാവശ്യം പാല് കുടിച്ചതേ ഉള്ളൂ. തണുപ്പ് ഓട്ടോ ആയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് ഇലയൊക്കെ പഴുത്തു തുടങ്ങിയത് ചെറുതായിട്ട്. ഇല്ല പക്ഷെ ഇത് ഓർക്കുണ്ടാവും. അല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ പിള്ളേരെയും കൊണ്ട് നമ്മൾ ലൈവാപ്പൂസ്റ്റയിൽ മറ്റേ പാർക്കിൽ പോയത് ഓർക്കുണ്ട്. ഭയങ്കര സണ്ണി ആയിട്ടുള്ളൊരു വെതറിൽ സെപ്റ്റംബറിൽ വരെ നമുക്ക് വാം വെതർ കിട്ടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം നല്ല സമ്മറുണ്ട് വെച്ചാൽ സമ്മറുണ്ട്. പക്ഷെ എന്നാലും മഴയും നന്നായിട്ട് ഉണ്ടായിരുന്നു, കൂടുതലുണ്ടായിരുന്നു ഇപ്രാവശ്യം അല്ലേ? ഇറ്റലി, ജർമ്മനിയൊക്കെ, ഫ്രാൻസ് ഒക്കെ ഭയങ്കര തീക്കകത്തായിരുന്നു എന്ന് പറയാം. കൂടുതലും ഫ്രാൻസ് ആയിരുന്നു. ഫ്രാൻസിൽ പൊതുവെ നമ്മൾ ഒരു തവണ പോയപ്പോൾ ഓർക്കുന്നുണ്ട്, നമ്മൾ അതിശയിച്ചു പോയി. കാരണം ഇത്രയും ചൂട് നമുക്ക് നാട്ടിലല്ലെങ്കിൽ ഗൾഫിലൊക്കെ അല്ലേ അറിയത്തുള്ളൂ. പക്ഷെ ഫ്രാൻസിൽ ഭയങ്കര ചൂടാ. സന്തോഷമുള്ള പോകാനൊക്കെ
ഇറങ്ങാം. ഹേയ്പ്പ പറഞ്ഞേ. ഹേയ്പ്പാ. ആ ഹേയ്പ്പ. മമ്മേനെ കണ്ടോ? മമ്മേനെ കണ്ടതിൻ്റെ ആണോ? കുഴപ്പമില്ലായിരുന്നു. ചെറിയ കരച്ചില് ചിനക്കുണ്ട്. പക്ഷെ അത് മാറി. പക്ഷെ ഒരാഴ്ചത്തേക്ക് ഉണ്ടാവും. പക്ഷെ ഇന്നലെ ആ ഒരു തുടക്കത്തിലുള്ള കുഞ്ഞൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓക്കെ ആയിരുന്നു പറഞ്ഞു. കളിക്കാനൊക്കെ ഒത്തിരി അവന്റെ ഏജിലുള്ള പിള്ളേരുണ്ടോ? അവന്റെ ഏജിലുള്ള പിള്ളേർ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടുത്തെ ആ ഒരു ഗ്രൂപ്പുകൾ, ആ ഒരു സൈഡിലെ ഗ്രൂപ്പ്, കൊച്ചു പിള്ളേരുടെ ഗ്രൂപ്പ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഓരോ പിള്ളേരെ ഓരോ സൈഡിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. കളിക്കാൻ പിള്ളേരും ഉണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റി ടോയ്സ് ഉണ്ട്. പിന്നെ ഇവരുടെ അവേഴ്സ് എല്ലാം തന്നെ അവർ ഓർഗനൈസ് ചെയ്തേക്കുവാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇത്ര നേരം ഇന്നത് ചെയ്യണു, അങ്ങനെ എല്ലാം ചേഞ്ച് ചെയ്ത് കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് അവരെ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്യണ പോലെ ആകുമ്പോൾ പിള്ളേർക്ക് ബോറടിക്കുമല്ലോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. ഒരു കാര്യം മാത്രം ചെയ്യുമ്പോഴല്ലേ ബോറടിക്കുന്നത്. പിന്നെ ആസ് എ കുട്ടീനെ സംബന്ധിച്ച് അവന് പുറത്ത് ഭയങ്കര ഇഷ്ടമാണ്, പുറത്ത് പോകുന്നതും കളിക്കുന്നതും. അപ്പോൾ ഇവിടെ അതിനുള്ള അങ്ങനെ അവർ ഇറക്കുന്നുണ്ട്. 2 സമയമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടും ലഞ്ച് കഴിഞ്ഞിട്ടും പുറത്തു പോകുന്നുണ്ട്, പിന്നെ ഉറങ്ങുന്നുണ്ട് അല്ലേ. നല്ല പൈരിയായിരുന്നു പറഞ്ഞു. ഇതാണ് അവന്റെ ഷൂസ്. അത് കുഞ്ഞിന്റെ ഷൂസ് എവിടെയാണോ? അത് കുഞ്ഞാവയുടെ ഷൂസ് ഇടുവാണോ? നല്ല കളിയായിരുന്നു. ഇന്ന് കൂടുതൽ സ്മൈലി ഡേ ആയിരുന്നു. ആണോ? സ്മൈലി ഡേ ആയിരുന്നോ? നമുക്ക് വീട്ടിൽ പോവാം. ജാക്കറ്റ് കൊണ്ടിട്ടേക്കാം. ചെറിയ കാറ്റുണ്ട്. കാറ്റുണ്ട്. വീട്ടിൽ പോട്ടോ. കൊച്ചിനെ എടുക്കാൻ വന്നാ ഞാൻ കൈയാണ്. ചെന്നെ എടുത്തോണ്ടോക്കോ. മാള് ബേബിയാന്ന് കരുതിക്കൊണ്ട് ചാടിയോ. യശൂട്ടിനെ എടുക്കാൻ വന്ന അമ്മ കയ്യിലോട്ട് കയറിയെന്നെ. ചെല്ല് ചേച്ചിയോട് അടുത്തേക്ക് ചാടി. ചെല്ല് ചേച്ചിയുടെ അടുത്തേക്കല്ലേ. ഇപ്പറവാ മാള്, ഇപ്പറവാ മാള്, ഇപ്പറവാ മാള്. പോവല്ല അത് മമ്മ പോവല്ല. പിടിക്കും മമ്മ ഇറങ്ങട്ടെ. അങ്ങോട്ട് ഇറങ്ങും. ഇങ്ങോട്ട് വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു സൈസ് ബെറി ഉണ്ടേ. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ള ബെറിയാണ് അത്. ഇവരെന്ത് പുളിയാണെങ്കിലും കഴിച്ചോളൂ. പുളിയായിട്ടാണ് ഫേസിൽ നല്ല പുളിയാ. ലെമൺ ഇതുപോലത്തെ റിയാക്ഷൻ ഇല്ല. അത് കാണുന്ന ബെറി ഇതാണേ. ഞാൻ കാണിച്ചതേ. ഇത് കടകളിൽ അങ്ങനെ വാങ്ങാൻ കിട്ടാത്ത ബെറിയാണ്. നേരെ പോസ്റ്റ് ബോക്സ് നിറച്ച് നിൽക്കുകയാണ്. ഈ ബെറിയാണ് ടൊർണി എന്ന് പറയും. ടൊർണി അല്ലേ? തുർണി ബെറി. ഇത് കടകളിൽ അങ്ങനെ വാങ്ങാൻ കിട്ടുന്നില്ല. അപൂർവം ചില വീടുകളിലുള്ളൂ. പക്ഷെ ഇതിന്റെ തൈ ഒത്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം പുല്ല് വെട്ടി കളഞ്ഞു. ചോദിച്ചാലും കിട്ടും. ആ ബെറിയാണ്. എന്ത് ബെറിയും കഴിച്ചോളൂ. എന്നാണ് ആള് എങ്ങനെയുണ്ട്? സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് പഠിച്ചേ? ഇന്ന് കസറ്റും ഉണ്ടായിരുന്നു. മറ്റേ കൈ കൊണ്ട് ചെയ്യണ കാര്യം. എന്നിട്ട് ബയോളജി, ഇംഗ്ലീഷ്, മാത്ത്. ബയോളജിയിൽ എന്നാ പഠിപ്പിച്ചേ? ബയോളജിയില് മറ്റേ കാട്ടിലെ കാര്യങ്ങള്. കാട്ടിലെ കാര്യം മീൻസ് മരത്തിന്റെ ലെയേഴ്സ്. മരം, മറ്റേ അതിന്റെ താഴെയുള്ള മറ്റേ സോഫ്റ്റ് സാധനം, അതുപോലത്തെ. പിന്നെ മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ വേറെ ഇംഗ്ലീഷില് നോർമൽ ഫുഡ് കാര്യങ്ങള്. ഈ കളിയോട് കളി നമ്മളിന്റെ ഹോംവർക്ക് ചെയ്താ മോനെ? എല്ലാം ചെയ്താ? നാളത്തേക്ക് വേണ്ടി പാക്ക് ചെയ്യുന്നു. എന്നാണ് ചക്ര? ചക്കി എവിടെയാ?
അല്ലാതെ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിരുന്നു. എന്റെ പുതിയ അവിടെ വന്നപ്പോൾ എനിക്ക് ഹോംവർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് സ്നാക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് കിംബ്ല കളിച്ചു. ഫിനിഷ് പിന്നെ അവൾക്ക് പറഞ്ഞു എനിക്കിത് തരാം, എനിക്ക് യൂസ് ചെയ്യാൻ എന്റെ ഹോംവർക്ക് ചെയ്യാൻ, എനിക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല. നല്ലതാണോ? ഇന്ന് മുഷയ്ക്ക് തുണി ഉണ്ടാണോ? മുഷയ്ക്ക് തുണി ഉണ്ടാണോ? പിന്നെ ഫിനിഷ് ഉണ്ടായിരുന്നോ? മറ്റേ അതായത് ഫിനിഷ് ഹോംവർക്ക് ചെയ്തായിരുന്നോ? മാള് ഹാൻഡ് മെയ്ഡ് ആയിട്ട് എന്താണ് ഉണ്ടാക്കുന്നത്? ബ്ലാങ്കറ്റ് ഇതുണ്ടാക്കിയപ്പോൾ തന്നെ, പക്ഷെ പിങ്ക് കളർ ചാരുവിന് വേണ്ടിയിട്ട് പിങ്ക് കളറിലുള്ള ബ്ലാങ്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാള് ഉണ്ടാക്കിയതാണ്. ഇത് പിങ്ക് കളറില്. സ്കൂളിൽ ഞാൻ ചായന് ഫുഡുള്ളതും കയ്യാൻ ഇങ്ങനെ ബോഡി വരെ ഉള്ള സിബ് കയറ്റണ ഒരു ഡ്രസ്സ് ഉണ്ടാക്കുക. അന്നേരം വീട്ടിൽ ഇതുണ്ടാക്കുക. സ്കൂളിൽ വെച്ച് അങ്ങനത്തെ പദ്ധതി. നമ്മള് അടുത്ത മാസമാണ് ബാപ്റ്റിസത്തിന് പോകുമ്പോഴേക്കും ഉണ്ടാക്കി തരും അല്ലേ? ഈസിയാ, ഇത് ആക്ച്വലി നല്ല ഹോബിയാ. ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് വീണ്ടും എന്നെ ലവ് ലെറ്റർ അല്ലേ? ലവ് ലെറ്റർ അല്ല, സ്വീറ്റ് പൊറോട്ട. സ്വീറ്റ് പൊറോട്ട പണ്ട് നമ്മൾ ഉണ്ടാക്കിയല്ലോ. നമ്മുടെ എൻ്റെ 2 കൂട്ടുകാരുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പോയപ്പം നമ്മൾ ക്യുക്കായിട്ട് ഉണ്ടായിക്കൊണ്ട് വരിക. സെയിം സംഭവം തന്നെ, കുറച്ചുകൂടെ ചെറുതായിട്ട്. അകത്ത് സെയിം ഫില്ലിങ്, ചെറിയുടെ ഫില്ലിംഗ് ആട്ടോ വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിലെ ക്യാൻഡീഡ് ചെറിയില്ലേ, പ്ലം, അത് തേങ്ങ, ഏലക്ക, പഞ്ചസാര, പിന്നെ നട്ട്സ് ഇഷ്ടമുള്ളവർക്ക് നട്ട്സും അതിൻ്റെ അകത്ത് പൊടിച്ച് ചേർക്കും, കുറച്ചുകൂടെ ഹെൽത്തി ആവും. അപ്പം അത്രയും ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് വെച്ചു. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഡ്രൈഡ് ഇതാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനിങ്ങനെ ചപ്പാത്തിയുടെ പോലെ അകത്ത് വെച്ചിട്ട് അടുത്ത് ചെയ്യുമ്പോൾ കാണിക്കാം. എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. ബിസ്ക്കറ്റ് ഒക്കെ മൊത്തം കൊണ്ട് പൊടിച്ചിടുവാണോ? ബിസ്ക്കറ്റ് അവിടെ പൊട്ടിച്ചിടുവാണോ? അപ്പയ്ക്ക് വേണ്ട, പൊട്ടിച്ച് താഴെ ഇടല്ലേ, കൊച്ചു അവിടെ ഇരുന്ന് കഴിച്ചോ. മാളിന് കൊടുക്കാൻ പോവാണോ? ഓക്കെ. സ്വീറ്റ് പൊറോട്ടാസ് ആണ്, ചെറിയ സ്വീറ്റ് പൊറോട്ടാസ്. നമ്മളുണ്ടാക്കി പപ്സ് ഉണ്ടാക്കുന്ന അതിനകത്തല്ലേ? ഏതാ? പപ്സിന്റെ പേസ്റ്റ് മേടിക്കോട്ടോ ചെയ്താൽ. മറ്റേ നമ്മുടെ ഇവിടെ യൂൾ ഷർണ എന്നും പറഞ്ഞുകൊണ്ട് മേടിക്കാൻ കിട്ടുമല്ലോ, ഫിൻലൻഡിലെ. അതിൻ്റെ പേസ്ട്രി ഷീറ്റുകൾ കിട്ടുമല്ലോ ഇവിടെ. അതിലാണ് നമ്മൾ പപ്സ് ഉണ്ടാക്കുന്നതും ഇങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ടാക്കുന്നതും. നല്ല കറക്റ്റായിട്ട് വരും. അതിൻ്റെ ടെമ്പറേച്ചർ ഇപ്പം കൂടിയ ടെമ്പറേച്ചറിൽ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഔട്ട് സൈഡ് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ കുറച്ച് കൂടുതൽ, കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഒത്തിരി കുറഞ്ഞല്ലോ, 180 താഴേക്ക് പോകരുത്, അന്നേരം അതങ്ങ് മെൽറ്റായി പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം വെക്കുമ്പോൾ നന്നായിട്ട് കുക്കായി. പക്ഷെ അതിൽ പറയുന്ന കറക്റ്റ് ഇതിൽ തന്നെ വേണം നമ്മൾ വെക്കാൻ, അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ഇത് വരുള്ളൂ. അതായത് ഇതേപോലത്തെ ഷീറ്റുകൾ അല്ലേ? മേടിക്കാൻ കിട്ടും. അതിൻ്റെ കവർ ഫ്രീസറിൽ ഒരു പാക്കറ്റ് ഇരിപ്പുണ്ട്. സെയിം പേസ്ട്രി സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കണ സംഭവം ഉണ്ടല്ലോ, അതുപോലെ ഇത് ഉണ്ടാക്കി ബാലൻസ് ഉള്ള നമുക്ക് എടുത്ത് വയ്ക്കാം, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം. കാരണം ഇത് ഡ്രൈ ആയിട്ടിരിക്കണതായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും ഇരുന്നോളും, കേടായി പോവുകയില്ല. അപ്പം ക്വിക്കായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് ബേക്ക് ചെയ്തെടുത്താൽ മതി. എഗ് വാഷ് ചെയ്തിട്ട്, എഗ് വാഷ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റോ എഗ് അടിച്ച് കലക്കി, മിക്കവർക്കും തന്നെ അറിയാം. പിന്നെ എന്നാലും നമ്മളങ്ങനെ എഗ് വാഷ് എന്ന് പറയുമ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ട് അതെന്നാ സംഭവം എന്ന്. അങ്ങനെ ജസ്റ്റ് നമ്മളൊരു ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടറോ അല്ലെങ്കിൽ എഗ്ഗിൻ്റെ ഇതോ നമ്മളങ്ങനെ സ്പ്രെഡ് ചെയ്യല്ലേ മേളിൽ ടോപ്പിൽ, അപ്പോൾ നല്ല ഗ്ലേസ് കിട്ടി നല്ല രസമായിട്ടിരിക്കും. അങ്ങനെയാണ് എഗ് വാഷ് എന്ന് പറയുന്നത്. ആളുമാണ് എഗ് വാഷ് ചെയ്യുന്നത്. മേളിലും നന്നായിട്ട് ചെയ്യണം. മമ്മ പിങ്കിന് മേളിലും ചെയ്യണോ? അതുപോലെ ഫുള്ള് ചെയ്യണം. ഇന്ന് അത്ര ആക്കി അല്ലേ? ഒരു പാക്കറ്റ് ഫുള്ളായി. ഒരു ഫുള്ള് പാക്കറ്റ്. ഇനി ഓക്കെ അല്ല, ഇത് ബ്ലാങ്കറ്റ്. ഇനി ഒരു എണ്ണം കൂടെ ഉള്ളൂ. ബേക്ക് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചേക്കാം. ബ്രേക്ക്ഫാസ്റ്റിനാണേലും എമർജൻസിയിൽ പിള്ളേർക്ക് എടുക്കണമെങ്കിൽ എടുക്കാമല്ലോ. താഴെ ഇറങ്ങടാ, ഉറങ്ങാൻ സമയമായി. അതെ. സോസേജ്
എല്ലാം ഇടാം. പക്കീരി അല്ല മക്കര, ഫിനിഷില് മക്കര എന്ന് പറയാം, പക്കീരി എന്നാവും പറയുന്നത്. അത് ഏത് ഭാഷയാണത്? അവന്റെ ഫോർക്ക് എന്ത് അത് എടുത്തുനിന്ന് വാഷ് ചെയ്താൽ കൈ കൊണ്ട് ചെയ്താലും മതി. എടുക്കാവോ? ബേക്കറി പോയിട്ട് വന്നിട്ടുണ്ടാവും. ഫുഡ് കഴിച്ചില്ലല്ലോ. പാസ്ത തിന്നായിരുന്നു. പാസ്ത കഴിച്ചായിരുന്നോ? പാസ്ത കഴിച്ചായിരുന്നോ? ഇച്ചിരി കഴിച്ചോളൂ. പക്ഷെ ഇച്ചിരി കഴിച്ചു. പാസ്ത കൊച്ചു കഴിച്ചു. കുട്ടിക്ക് ഉറക്കം വന്ന് തന്നെ പുള്ളി ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ടിട്ട് തന്നെ ബ്ലാങ്ക് ഞാൻ പില്ലോട്ടേ ഉള്ളൂ. പുള്ളി വലിച്ചിട്ട് ഉറക്കം വരണ്ട് ഫുഡൊക്കെ ശരിപ്പേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഒരു മോത്തെ ഉമ്മ എന്ന് പറയാ. ചേട്ടനുമ്മ. ബൈ ബൈ.